ഹായ് മക്കളെ, നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇന്നാണ് സത്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. എന്ത് ടൈപ്പ് സീക്വൻസുകളെയാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ശ്രേണികളെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത് നോക്കി നോക്കാം. ഇവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ അരിത്തമെറ്റിക് സീക്വൻസസ് എവറി ടേം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ഫിക്സ്ഡ് നമ്പർ ടു ദ പ്രീവിയസ് ടേം. തൊട്ട് മുന്നത്തെ ആളിൽ നിന്ന് ഒരേ ഒരു സെയിം ടേം തന്നെ ഒരേ സാധനം തന്നെ കൂട്ടി കിട്ടുന്ന തരത്തിലുള്ള സീക്വൻസുകളെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ഫിക്സ്ഡ് നമ്പർ ഒരേ നമ്പറിൽ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ നമ്മൾ വിളിക്കുന്ന പേര് മക്കളൊന്ന് പഠിച്ചു വെക്കണം. നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക വിളിക്കുന്നുണ്ടാവുക. മലയാളം മീഡിയക്കാർ വിളിക്കുന്ന പേര് പൊതുവ്യത്യാസം എന്നാണ്. ഇവിടെ ഞാൻ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കണം, ഈ കാണുന്ന സീക്വൻസ് ഒന്ന് മക്കൾ നോക്കി വെച്ചേ. ഈ കാണുന്ന സീക്വൻസ് 11, 15, 19 എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എക്സാമ്പിൾ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. 11നോട് 4 കൂട്ടിയിട്ട് 15, 15നോട് 4 കൂട്ടിയിട്ട് 19. കറക്റ്റ് ഒരേ സാധനം ആഡ് ചെയ്ത് പോകുന്ന ആൾ ആണോ അല്ലയോ? അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു സമാന്തര ശ്രേണിയെ അല്ലെങ്കിൽ ഒരു സാധാരണ ശ്രേണിയെ സമാന്തര ശ്രേണി ആക്കുന്ന ഘടകം എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. ഒരു ഓർഡിനറി സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് ആക്കി മാറ്റുന്നത് അയാളുടെ ഏത് ഫീച്ചറാണോടാ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഫീച്ചറാണ്. 2-3 എക്സാമ്പിളോട് ഞാനൊരു പിക്ചറിൻ്റെ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്ക്. 1, 2 കൂട്ടിയിട്ട് 3 വന്നു, വീണ്ടും 2 കൂട്ടി 5, 7, 9 അങ്ങനെ പോകുന്ന രീതിയിൽ. ഓക്കെ, 2 എക്സാമ്പിൾസ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബോർഡിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ കോമൺ ഡിഫറൻസോട് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലായി. നമ്മുടെ ഈ കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു എളുപ്പ വഴി കൂടിയുണ്ട്. അടുത്തടുത്ത 2 ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാലും കോമൺ ഡിഫറൻസാണ് കിട്ടുക അല്ലേ? ഈ കാണുന്ന 3ാമത്തെ ടേമിൽ നിന്നും 2ാമത്തെ ടേം മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആര് തന്നെയായിരിക്കും മക്കളെ? 4th ടേം ആയിരിക്കും. സോറി കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ 4 ആണ് കോമൺ ഡിഫറൻസ്, 4 ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക കിട്ടുന്നത്. ഇതാണ് ആ വലിയ ഭാഗത്തിൽ പറയുന്നത്. ആകെ നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ ക്വസ്റ്റ്യനുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത് കേട്ടോ. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം. നമുക്ക് കുറേ സീക്വൻസിൻ്റെ ഡീറ്റെയിലിംഗ് തന്നിട്ടുണ്ട്. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരുന്ന സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്ടം 1 മക്കളെ. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യ എന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് മിച്ചം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. നമുക്ക് നോക്കാം. ഈ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പർ ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കണേ, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനതാണ് എക്സെട്ര ഡോട്ട് ലാസ്റ്റ് കാണിച്ചത്. അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ വരുന്ന ആൾ ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 4ൻ്റെ മൾട്ടിപ്പിൾസിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിമൈൻഡർ ആരും തന്നെ ഉണ്ടാവില്ല, 0 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം അല്ലേ. 4/4ൻ്റെ ആൻസർ 1 ആണ്. അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല, 0 എന്നുള്ള കാര്യം നമുക്കറിയാം. 8/4ൻ്റെ ആൻസർ 2 ആണ്. അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. 12നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ 3 ആണെന്ന് നമുക്കറിയാം. അവിടെ റിമൈൻഡർ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പറയുന്ന ബാക്കിയുള്ള സാധനം കൂടെ മക്കൾ ശ്രദ്ധിച്ചു വെക്കണേ. ഈ കാണുന്നതിൽ ബാക്കി ആളുകളുടെ റിമൈൻഡറുകൾ എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. 4 ഇവിടെ 0ആണ്, ഇവിടെ 0ആണ്, ഇവിടെ 0ആണ്. റിമൈൻഡറുകൾ 0ആണ്, ശിഷ്ടം 0 വരിക. അപ്പോൾ അടുത്ത ആളത് 1 ആയിരിക്കും, അടുത്ത ആളത് 2 ആയിരിക്കും, അടുത്ത ആളത് 3 ആയിരിക്കും. വീണ്ടും 9ൻ്റെ 1 ആയിരിക്കും, 10ൻ്റെ 2 ആയിരിക്കും, 3 ആയിരിക്കും. ഇവിടെ വീണ്ടും 1 ആയിരിക്കും. അപ്പോൾ നമ്മളോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് 1 തരുന്ന ആളുകളെയാണ്. ഞാൻ അയാളെ ഗ്രീൻ കളർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 5 അത്തരത്തിലൊരാളായിരിക്കും. ആഫ്റ്റർ ദാറ്റ് 9 അത്തരത്തിലൊരാളാണ്. അത് കഴിഞ്ഞിട്ട് 13 അത്തരത്തിലൊരാൾ. ഇതിൽ എളുപ്പമുള്ള മാർഗ്ഗം ഇയാളെ കണ്ടുപിടിക്കാനില്ല. ശരിക്കും ഡിവൈഡ് ചെയ്ത് നോക്കി ഹരിച്ച് നോക്കി കണ്ടുപിടിക്കണം എന്നാണ്. തൽക്കാലം അതിന് നിങ്ങൾ മെനക്കെടാൻ വേണ്ടി നിൽക്കണ്ട. ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ശ്രേണി ഒന്ന് എഴുതാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. സീക്വൻസ് ശ്രേണി സമം ആരൊക്കെയാണ് മക്കളെ? ഗ്രീൻ കൊണ്ട് എഴുതിയതാണ് പറയേണ്ടത്. 5, 9, 13 അല്ലേ? ഇങ്ങനെയാണ് ആ ശ്രേണി എന്ത് ചെയ്യുന്നത് പോകുന്നത്. പക്ഷേ മക്കൾ ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാവും. ഈ 5നോട്
4 കൂട്ടിയിട്ടാണ് 9 കിട്ടിയത്, 9നോട് 4 കൂട്ടിയിട്ടായിരിക്കും 13 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ മുന്നേ സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമോ അല്ലേ? 3 കുറച്ച് വെക്കാം. 13 - 4 9, 9 - 4 5, 5ന്ന് 4 കുറച്ചാൽ 1 എന്ന് പറയുന്നൊരു സംഖ്യയും കൂടെ ശരിക്കും അവിടെ ഉണ്ടാവും. ഓക്കെ, 1 എന്ന് പറയുന്നൊരു സംഖ്യ കൂടെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇയാൾ സമാന്തര ശ്രേണി ആണ്. എടാ നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ഡിഫറൻസ് ഇല്ലേ, നമ്മുടെ പൊതുവ്യത്യാസം, അയാളെ സൂചിപ്പിക്കുന്ന ലെറ്റർ നോക്കി വയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡി എന്ന് പറയുന്നതാണ് അയാളാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതുന്നു? സമാന്തര ശ്രേണിയാണ്. ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. D = 4. പൊതുവ്യത്യാസം എത്രയും മക്കളെ? 4 ആണ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യ. നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. നമ്മൾ 1ൻ്റെ മാത്രമാണ്, 1 അല്ലെങ്കിൽ 2 ആയിക്കോട്ടെ, നമുക്ക് എഴുതാലോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ. നമുക്കറിയാം നാച്ചുറൽ നമ്പറുകൾ ആരൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10. എടാ ഈ നാച്ചുറൽ നമ്പറിന് വേറൊരു പേര് കൂടി കേട്ടോ, കൗണ്ടിങ് നമ്പർ. എണ്ണൽ സംഖ്യ എന്നുള്ള, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ എന്നുള്ളതിനെ കൊണ്ട് അവിടെ കേട്ടോ. 11 12 13 14 15 ഞാൻ എക്സെട്ര പ്ലസ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, ഇതിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ട്. നമ്മൾ നേരത്തെ പിങ്ക് കളർ കൊണ്ട് മാർക്ക് ചെയ്ത ആൾക്കാരാണ്. നമുക്ക് സെയിം സാധനം ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. 4 ഇയാൾ 0 വരേണ്ട ആളാണ്. അത് കഴിഞ്ഞ് 8 കൃത്യമായി ഡിവിഷൻ നടക്കും, അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. 12 നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് എന്ത് നടക്കേണ്ട ആളാണ്? ഡിവിഷൻ നടക്കേണ്ട ആളാണ്. ഞാൻ എഴുതിയ കൂട്ടത്തിൽ വേറെ ആരും ഇവിടെ ഇപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലില്ല. നമ്മുടെ 4 കൊണ്ട് കറക്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടന്നു പോകുന്ന ആളുകളില്ല. പക്ഷേ 1 റിമൈൻഡർ വരുന്ന ആളുകൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിരുന്നു. 5ൻ്റെ 1 ആയിരിക്കും ഉണ്ടാവുക, 9ൻ്റെ 1 ആയിരിക്കും ഉണ്ടാവുക, 13ൻ്റെ 1 ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയാം. പോരാത്തതിന് നമ്മൾ മൈനസ് ചെയ്ത് ആരെ കണ്ടുപിടിച്ചിരുന്നുടാ? ഈ കാണുന്ന ആളുടെയും 1 ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. നേരത്തെ നമ്മൾ 2 ഉള്ള ആളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ ഓറഞ്ച് കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. 2 വരുന്ന ആളിതാ, ഇയാൾ 2 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. 10ൻ്റെ ആരായിരിക്കും ഇവിടെ? 1 കഴിഞ്ഞ് വരുന്നത് 2 ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ 14 വരുന്ന സമയത്ത് ആരായിരിക്കും ഉണ്ടാവും മക്കളെ? 2 എന്നറിയാം. നമുക്കറിയാം ഇത് ബാക്കോട്ട് ഉണ്ടോ എന്ന് നോക്കണം. 1 കഴിഞ്ഞ് അടുത്ത ആളിതാ ഇവിടെ ഉണ്ട്, അയാളുടെ റിമൈൻഡറും എത്ര തന്നെയായിരിക്കും വരുന്നുണ്ടാവും മക്കളെ? 2 ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക? ശിഷ്ടമായിട്ട് ഡിവിഷൻ നടക്കാതെ വരും. അപ്പോൾ ഇതിൽ നമ്മുടെ പിങ്ക് കളർ മാർക്ക് ചെയ്ത ആളുകളെ നമുക്കിനി വേണ്ട, അയാളെ വെച്ചിട്ടല്ല നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? സീക്വൻസ് ബിൽഡ് ചെയ്യാനുള്ളത് മറ്റ് 2 കളറുകളിലുള്ള ആൾ. അപ്പോൾ ഇയാളുടെ സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് എഴുതി വെക്കാം മക്കളെ. സീക്വൻസ് = 1 2 5 6 9 10 13 14 എക്സെട്രാ. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? നമ്മൾ എങ്ങനെ ചെയ്യടാ? നമുക്ക് നോക്കാം. എടാ ഞാനൊരു ഒരു സാധനം കൂടി അഡീഷണൽ എഴുതുന്ന മക്കൾ ഇതൊന്നും അങ്ങോട്ട് പഠിച്ചേക്കണേ. x2 - x1. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം പദം അഥവാ സെക്കൻഡ് ടേം. x1 എന്ന് പറഞ്ഞാൽ 1ാം പദം അഥവാ ഫസ്റ്റ് ടേം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2ാമത്തെ പദം ഇയാളാണ്, 1ാമത്തെ പദം ഇയാളാണ്. ഓക്കെ, ഞാനപ്പോൾ x2 - x1 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ 2 - 1 എന്ന് എഴുതി. ആൻസർ ആരാ മക്കളെ? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എഴുതിയതിൻ്റെ മീനിങ് എന്താ? x3 - x2. എന്തായിരിക്കും മീനിങ്? എന്താ? 3ാമത്തെ പദത്തിൽ നിന്ന് 2ാമത്തെ പദം മൈനസ് ചെയ്യണം. അപ്പോൾ 5 - 2 ഉത്തരം എത്ര വരിക? 3. അപ്പോൾ ഒരു സ്ഥലത്ത് വ്യത്യാസം 1 ആണ്, ഒരു സ്ഥലത്ത് വ്യത്യാസം 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇയാൾ സമാന്തര ശ്രേണിയല്ല, അതുകൊണ്ട് അയാൾക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഉണ്ടാവുകയില്ല. ശരി, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. എഴുതാൻ സിമ്പിളാണ് സീക്വൻസ്. 1 സ്ക്വയർ, അടുത്ത 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സെട്രാ. ഇങ്ങനെ കണ്ടാൽ എളുപ്പമായിരിക്കും, പക്ഷേ നമുക്ക് അവരുടെ ആൻസറിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങളാവുന്നുള്ളൂ. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. നോക്കടാ, നേരത്തെ എഴുതിയതുപോലെ നമുക്ക് ടേംസിനൊക്കെ ഡിനോട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുന്നു. x2 - x1. 4 - 1 ആണ് ഉത്തരം വരേണ്ടത്. ആരാ മക്കളെ? 3. ഞാൻ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യുന്നു. 9 - 4 ഉത്തരം വരേണ്ടത് ആരാ മക്കളെ? 5. കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് അവിടെ ഇല്ല, പൊതുവായിട്ടൊരു വ്യത്യാസമില്ല. ഇറ്റ്സ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ, റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ശ്രദ്ധിക്കണം, ഈ റെസിപ്രോക്കൽ തലകുത്തനെ അതൊക്കെ നമുക്കൊക്കെ അറിയണ്ടാവും. എടാ ആക്ച്വലി
ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം 1 2 3 4 5 6 ഒക്കെയാണ്. ഇവർ ശരിക്കും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 ആണ്, 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്, 3 3/1 ആണ്, 4/1 ആണ്, 5/1 ആണ്, 6/1 ആണ്. ഇതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ ഈ വിപരീത ഭിന്നങ്ങൾ അഥവാ റെസിപ്രോക്കലുകളെ നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. റെസിപ്രോക്കൽസ് ഈക്വൽ ടു ഈ 1/1 നേരെ 1/1 നേരെ തല കുത്തനെ എഴുതിയാൽ അയാൾ ആരാ 1/1 ആയിരിക്കും, പ്രശ്നമില്ല. പക്ഷേ അടുത്ത ആൾ ആരായിരിക്കും മക്കളെ 1/2, അടുത്ത ആൾ 1/3, അടുത്ത ആൾ ആരാടാ 1/4. അത് കഴിഞ്ഞിട്ടുള്ള ആളാരാ 1/5, അത് കഴിഞ്ഞിട്ടുള്ള ആൾ 1/6 എക്സെട്ര. നമുക്ക് ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അറിയില്ലല്ലോ, ചെക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കാതെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതുമല്ല. മറ്റേതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ചില സ്പേസിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ 1 4 9 4 ഒക്കെ വേഗം മനസ്സിലാകും. ഇത് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു മക്കളെ, x2 - x1 ചെയ്ത് നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1/2 - 1/1 ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം അവിടുത്തെ ഡിനോമിനേറ്റർ സെയിം അല്ല, ഛേദം ഒന്നല്ല. അപ്പോൾ ഞാനത് ഒന്നാക്കാൻ തീരുമാനിച്ചു. 1/2 മൈനസ് ഈ 1/1 താഴെ ഛേദം 2 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചുകൂടാ, ഒരു × 2 ഇവിടെയും കൊടുക്കുന്നു, ഒരു × 2 ഇവിടെയും കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ 1/2 മൈനസ് അയാൾ ആരായിട്ട് മാറുന്നു മക്കളെ, 2/2 എന്ന് മാറുന്നു. 1ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടേണ്ട ഉത്തരം -1 ആണ്. -1/2 ആണ് അവിടുത്തെ വ്യത്യാസം. അയാൾ പൊതുവായ വ്യത്യാസമാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ, ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരു x3 - x2 നോക്കാം. x3 - x2, x3 എന്ന് പറയുന്ന ആളാരാ മക്കളെ 1/3 ആണ്, -1/2 ആണ് ചെയ്യാനുള്ളത്. 1/3 2 എടാ ഡിനോമിനേറ്റർ സെയിം അല്ല, രണ്ടാളുകളെ നമ്മൾ മാറ്റണം. അപ്പോൾ ആരിരിക്കട്ടെ, 1/3 ഇവിടെ ഇരിക്കട്ടെ, -1/2 ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ കാണുന്ന ആളുകളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിനോമിനേറ്റർ 6ലേക്കാണ് മാറ്റുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാൻ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എടാ ഈ ബേസിക് സ്റ്റെപ്സിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ മക്കൾ കണക്ട് ചെയ്യണം. ചെറിയ ഡൗട്ടാണെങ്കിൽ പോലും ചോദിച്ചോളൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു കമൻറ്റിലൊക്കെ ഡൗട്ട് ചോദിക്കാനാണ് നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു പ്രശ്നമില്ല, സംശയം വെച്ച് പഠിക്കരുത്. ഓക്കെ, അത് മണ്ടത്തരാണെങ്കിൽ പോലും എന്ത് ചെയ്തോളാം മക്കൾ, സംശയം ചോദിച്ച് ക്ലിയർ ചെയ്തോളാം. നോക്കടാ, ഈ കാണുന്ന ആൾ 2/6 ആണ്, മൈനസ് ഇയാൾ 3/6. മക്കളെ അത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ -1/6 എന്ന് പറയുന്നതായിരിക്കും. എടാ ഇവിടെയുള്ള ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് -1/6 ആണ്, ഇവിടെ -1 അവരൊന്നല്ല. അതുകൊണ്ട് ഇയാൾ സമാന്തര ശ്രേണിയല്ല, ഇറ്റ്സ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അടുത്ത ചോദ്യം, പവേഴ്സ് ഓഫ് 2. രണ്ടിൻ്റെ ശക്തികളെ കുറിച്ചല്ല പറയുന്നത്, കൃതികൾ അഥവാ എക്സ്പോണൻസിനെ കുറിച്ചാണ്. കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ടോപ്പിക്കാണ്. എടാ 2^1, 2^2, 2^3 എക്സെട്ര. 2^1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 തന്നെയാണ്, നമുക്ക് സംശയമില്ല. 2^2 എന്ന് പറഞ്ഞാൽ 2 × 2 4 ആണ്. 2^3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2, അപ്പോൾ എത്ര വരിക, 8 ആണ് വരിക. നോക്കടാ, ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ട ആളുകളാണ് നിങ്ങൾ, ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. 4ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്, 8ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 4 ആണ്. അവിടെ കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇയാൾ എന്തല്ല, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. ഇയാളൊരു സമാന്തര ശ്രേണി അല്ല. ശരി, എനിക്ക് തോന്നുന്നു ഇതിൽ അവസാനത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. ഒറ്റ സംഖ്യകളുടെ പകുതി, ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ആരാണ് ഈ ഓഡ് നമ്പർ എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആരെല്ലാമാണ് ഓഡ് നമ്പേഴ്സ് നോക്കാം. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 1 3 5 7 എക്സെട്ര ആയിരിക്കും അവിടെ എന്ത് വരുന്നുണ്ടാവുക, ഓഡ് നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അവരുടെ പകുതി അല്ലേ. അപ്പോൾ നമുക്ക് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് എടാ ഒരുപാട് രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള സാധനം ചെയ്യാം കേട്ടോ. 1ൻ്റെ പകുതി അര, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. 1ൻ്റെ പകുതി ഞാനിപ്പോൾ എന്താ പറയുക 1/2 എന്ന് എഴുതാം. അതല്ല 0.5 അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഇനിയിപ്പോൾ അതും വേണ്ട, നിങ്ങളുടെ ഇഷ്ടമാണ് അത് ഏത് രീതിയാണ്. 3ൻ്റെ ഞാനിപ്പോൾ 1.5 പകുതി എന്ന് എഴുതാം. 5ൻ്റെ ഞാൻ 2.5 എഴുതാം. 7ൻ്റെ ഞാൻ 3.5 എഴുതാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും
ഇവിടേക്ക് 1 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഇവിടെയും 1 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഇവിടെയും 1 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കോമൺ ഡിഫറൻസ് ആരാണ്? 1 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇയാൾ എന്താണ്? ഒരു സമാന്തര ശ്രേണി. ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഇത് അങ്ങനെയല്ല 0.5 എഴുതിയിട്ട് 1.5 ഇയാൾക്ക് തന്നെ വേറൊരു സെക്കൻഡറി ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു 0.5 1.5 2.5 3.5 അങ്ങനെ എഴുതിപ്പോയാലും ഇയാൾ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല സിമ്പിൾ ആക്കേണ്ട, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 1/2 3/2 5/2 എന്നൊക്കെ എഴുതിയിട്ട് ഈ കാണുന്ന ആളുകളെ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ആദ്യം ഞാൻ പറഞ്ഞതായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ശരി, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചുവടെയുള്ള കുറച്ച് ചിത്രങ്ങൾ കാണാൻ വേണ്ടി പറയുന്നുണ്ട്. ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടെന്നുള്ളത് അതൊക്കെ സീക്വൻസ് ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കി നോക്കട്ടെ, നമുക്ക് എഴുതാം 1 2 അല്ലേ. അപ്പോൾ ചെറുതിൽ എഴുതുന്ന സമയത്ത് 2, മറ്റതിൽ 4 ആണ്, അടുത്തതിൽ 6 ആണ്, അടുത്തതിൽ 8 ആണ്. അങ്ങനെയാണ് ചിത്രം പോകുന്നത്. 2 4 6 8 എന്ന് പറയുന്നതിൽ എത്ര വലിയ സമചതുരങ്ങൾ ഉണ്ട് എന്നുള്ള ചോദിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലുത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ എന്തല്ല, ഒരു സ്ക്വയർ അല്ല. അപ്പോൾ ആദ്യത്തതിൽ 0 രണ്ടാമത്തത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഈ കാണുന്ന ആളെയാണ് 1 എന്ന് പറയാൻ വേണ്ടി പറ്റുക. 1. പിന്നെ അടുത്ത ചിത്രം നോക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഇതാ ഇങ്ങനെ ഒരെണ്ണം വലുത് കാണാനുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ വലുതൊരെണ്ണം. അപ്പോൾ അവിടെ 2 ഉള്ളത് മക്കളെ, അവിടെ 2 എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ അറ്റ് ലാസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1 2 അതേപോലെ 3 എനിക്ക് അവിടെ ഉണ്ട് കാണാനുള്ളത്. ഇങ്ങനെയാണല്ലോ 0 1 2 3. ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നോക്കി നോക്കാം നമുക്ക്. ഇതിൽ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തതിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1 2 3 4, അത് കൂടാണ്ട് വലുതൊന്ന് 5 എന്ന് പറയുന്ന ഒരാളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ 2 5. അടുത്ത സ്ഥാനം വരുന്നത് ഇവിടെ അതാ മൂന്നാമത്തതിലേക്ക് നോക്കുന്ന സമയത്ത് 1 2 3 4 5 6 ഇതടാ ഇങ്ങനെ വരുമ്പോൾ 7, ഇങ്ങനെ വരുമ്പോൾ ആരുണ്ടാവും? 8 ആയിരിക്കും ഉണ്ടാവുക. 8. അടുത്തത് നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10, അതേപോലെ 11 ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ ഇതിലുണ്ടാവുക. ഞാൻ അതിൽ മലയാളം മീഡിയത്തിലൊരു സബ് ക്വസ്റ്റ്യൻ ക്രോപ്പ് ചെയ്ത് ഇഫ് യു കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസ് അബവ് അരിത്തമെറ്റിക് സീക്വൻസ്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം മക്കളെ. 2 4 6 8 യെസ്, ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. പൊതുവ്യത്യാസം 2 സമാന്തര ശ്രേണിയാണ്. 0 1 2 3 നോക്കി നോക്കി, അയാളും ഒരു സമാന്തര ശ്രേണിയാണ്. കോമൺ ഡിഫറൻസ് ആരാണ്? 1. പൊതുവ്യത്യാസം 1. ഈ കാണുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ശരിക്കും മക്കൾ നന്നായി നോക്കണം അല്ലേ. എങ്ങനെയാണ്? 2 5ലേക്ക് 3, 5 8ലേക്ക് അല്ലേ. ഏറ്റവും എല്ലാം കോമൺ ഡിഫറൻസ് ആടാ. അതിൽ വ്യത്യാസം എന്ന് പറയാനുള്ളത് ഇവിടെ എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആടാ. ഞാൻ കോമൺ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു തോന്നുന്നു. എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആടാ, എല്ലാം സമാന്തര ശ്രേണികളാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്, ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്, ഇവിടെ കോമൺ ഡിഫറൻസ് ആരാണ് 3. അത് മാത്രമേ അവിടെ എന്തായിട്ട് പറയാനുള്ളൂ? ഒരു ചേഞ്ച് ആയിട്ട് പറയാനുള്ളൂ. ശരി, ആഫ്റ്റർ ദാറ്റ് ഇതാണ് ആ ടോപ്പിക്കിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് എൻലാർജ് ചെയ്ത് വയ്ക്കാം കേട്ടോ. മലയാളം മീഡിയക്കാർ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ആ ഫിഗർ ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ടാണ് ഡയഗ്രം ഒന്ന് എൻലാർജ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. ഓക്കെ, സിമ്പിൾ സാധനം. ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചിത്രത്തിൽ ഒരേ അകലത്തിൽ നിന്നാണ്, മീൻസ് എടാ ഇത് സെയിമാണ്, ഇത് സെയിമാണ്, ഇത് സെയിമാണ്, ഇത് സെയിമാണ്, ഇത് സെയിമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് അഡീഷണൽ കൺസ്ട്രക്ഷൻസ് വരച്ച് വയ്ക്കുന്നുണ്ട്. മക്കൾ നന്നായി ശ്രദ്ധിക്കണം, എന്നാലേ ആ കൺസ്ട്രക്ഷൻസ് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ കാണുന്ന വരകളെയൊക്കെ ഒന്ന് നീട്ടി വരയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യമൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കാനുള്ള ചോദ്യം പെട്ടെന്ന്. അതുകൊണ്ട് ഓവർ എക്സ്പ്ലനേഷനുകൾ കൊടുക്കാതെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു വയ്ക്കാം. ഇതാ ഞാൻ ഈ കാണുന്ന നമ്മുടെ താഴത്തുള്ള ആൾക്ക് പാരലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയൊക്കെ ഇങ്ങനെ കണക്ഷൻസ് വരച്ച് വയ്ക്കുന്നുണ്ട്. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മക്കളെ. ഈ കാണുന്ന ഭാഗമല്ലേ, അയാൾ എല്ലാ സ്ഥലത്തും വരുന്നില്ലേ? നിങ്ങൾ നോക്കി നോക്കുക. യെസ്, അയാൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തിയ സമയത്ത് ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കയറി വന്നു. ഇവിടെ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്?
ഇതാ 1 2 റെക്റ്റാങ്കിൾ. ഇവിടെ എത്രയാണ്? 1 2 3 റെക്റ്റാങ്കിൾ. ഇവിടെ എങ്ങനെയാടാ? 1 2 3 4 റെക്റ്റാങ്കിൾ അല്ലേ? ഇനി ഇവിടെ അങ്ങനെ ഒരാളെ വരയ്ക്കാത്ത, അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ല, വരച്ച് പോകുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്തെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും, 2 റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും, 3 റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും, 4 റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓരോ തവണയും കൂടുന്നത് അല്ലേ, ഓരോ തവണയും കൂടിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ എണ്ണമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സിമ്പിളായിട്ടുള്ള ഈ സീക്വൻസിൻ്റെ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യനാണ്. ഇയാൾ ശരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതിയിട്ടൊക്കെ പോകാം കേട്ടോ. ഞാൻ അതിൻ്റെ ആവശ്യമില്ല, ഏറ്റവും സിമ്പിൾ മെത്തേഡ് നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ മക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടമായാൽ അതെന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നുകൊണ്ട. തൊട്ട് താഴത്ത് ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. മോറോവർ മക്കൾക്ക് എന്തെങ്കിലും പേഴ്സണലി ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മക്കൾ കണക്ട് ചെയ്യണം. നമ്പർ ഞാൻ തരാം, 8921594260. ഈ നമ്പറിൽ നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണടാ? കണക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ PYQ ഷോർട്സ് എല്ലാവരും ഇപ്പോഴേ കണ്ടു തുടങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതാണ്ട് ഒരു Day 9 ഒക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും മക്കൾ ഫോളോ ചെയ്യണം. താങ്ക്